രാവിലെ ഞങ്ങളൊന്ന് പുറത്ത് പോവാ. സർപ്രൈസ്. മമ്മി എന്തായാലും ഫുഡ് ഉണ്ടാക്കണ്ട. അപ്പൊ ഞങ്ങള് മരുന്ന് ബീഫ് മേടിക്കാൻ പോവാ. മരുതിയല്ല, മരുന്ന് ബീഫ്. എന്നുവെച്ചാൽ കൊല്ലത്ത് കിട്ടാവുന്നത് ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ബീഫ് കിട്ടും. എന്നാ മമ്മി വാ, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. ഇന്ന് വൈകിട്ട് പോവാം. എന്നുവെച്ചാൽ മരുന്ന് ബീഫ് മേടിക്കുന്നില്ലേ? എന്താ? എന്നാ പിന്നെ 3 എണ്ണം മേടിക്കാം. അമ്മയുടെ കാർ എടുത്തോട്ടെ, അമ്മയുടെ കാർ എടുത്തോട്ടെ. അമ്മി ഓ ലെക്സി ഇറങ്ങ്, ലെക്സി വാ. അയ്യോ അവളുടെ കളിയും ചിരി. അങ്ങനെ നമ്മൾ എവിടെയായിരുന്നു ചേച്ചി പ്രോപ്പർ സ്ഥലം? മങ്ങാട്. കൊല്ലം മങ്ങാട് എന്നൊരു സ്ഥലമുണ്ട്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ എന്തായാലും പോയി നോക്കുക. അപ്പം അവിടെ നല്ല അടിപൊളി പൊറോട്ടയും അതുപോലെ തന്നെ മരുന്ന് ബീഫ് എന്നൊരു സാധനം കിട്ടും. ഇവിടെ മരുന്ന് ബീഫ് ഞാൻ ഇന്നേ ട്രൈ ചെയ്തിട്ടില്ല. എങ്ങനെയാണ് സാധനമെന്നൊന്നും എനിക്ക് വലിയ ഒരു വ്യക്തതയില്ല. ഞങ്ങൾ എന്തായാലും പോയി നോക്കട്ടെ. ഞങ്ങൾ ഇതിനു മുമ്പ് അവിടെ പോയായിരുന്നു കേട്ടോ. പോയപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒടുക്കത്തെ തിരക്ക്. അവിടെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഡൈനിങ്ങിൻ്റെ പരിപാടിയൊന്നുമില്ല. നമ്മൾ സാധനം പാഴ്സൽ മേടിക്കുക, വീട്ടിൽ പോയി കഴിക്കുക, അതാണ് അവിടുത്തെ രീതി. അന്ന് നമ്മൾ പോയപ്പോൾ എത്ര മണിയായിരുന്നു? ഒത്തിരി ലേറ്റായി, ഒരു 10 മണി കഴിഞ്ഞു. പക്ഷേ സാധനം 8:30 ആകുമ്പോഴേ കൊടുത്തു തുടങ്ങും. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും അത് തീരും. അപ്പം അതിനു മുമ്പേ 8 മണിക്ക് ഞങ്ങൾ അവിടെ എത്തുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക കേട്ടോ. മമ്മിയുടെ വാഹനത്തിലാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ഭയങ്കര കോമ്പാക്റ്റ് ആയതുകൊണ്ട് ഇതൊക്കെ നമുക്ക് എവിടെ വേണേലും ഒതുക്കിയിടാം. ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം എങ്ങനത്തെ സ്ഥലമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒതുക്കാൻ സ്ഥലം കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് കൺവീനിയൻറ്റ്. അതെ അതെ, എവിടെ വേണേലും ഈ സാധനം ഒതുക്കും. അക്കാര്യത്തിൽ ഇതൊരു പുലി തന്നെ. അയ്യോ പുക, മൈ ഗോഡ്, എയർ പൊല്യൂഷൻ. 40 മിനിറ്റ് അല്ലയോ? അപ്പോൾ നമ്മൾ ഇറങ്ങിയ ടൈം കറക്റ്റാണ്. 8 മണിയാകുമ്പോൾ നമ്മളിവിടെ എത്തും. പറഞ്ഞു അതാണ്ട് ഒരാൾ ഒരുങ്ങിക്കെട്ടി. അല്ലേ 8 മണി ആയാലും എണ്ണിക്കാത്ത പുള്ളിയാണ്. ഏതാണ്ട് ഇപ്പൊ അതാണ്ട് മരുന്ന് ചെയ്യുമ്പെന്ന് പറഞ്ഞപ്പോ വന്ന് താങ്കളെയും ഞാൻ അതേ പറയൂ. അത് ഞാനാ. പക്ഷെ എന്നാൽ കൂടി ഞാൻ രാവിലെ എണ്ണിക്കാറുണ്ടേ. ഞാൻ രാവിലെ എല്ലാ ദിവസവും രാവിലെ 6:30 ഞാൻ എണ്ണിക്കാറുണ്ട്. ഞാൻ പക്ഷെ അധികം കഴിക്കില്ല കേട്ടോ. എനിക്ക് കാലറി ഡെഫിസിറ്റിൽ നിൽക്കേണ്ടതുകൊണ്ട് ഞാൻ മിക്കവാറും ഒരു പൊറോട്ട കഴിക്കും. ആണോ? അല്ല അതില് ചാറില്ല, ബീഫ് ഫ്രൈയാ, ഗ്രേവി ഇല്ല. ഒരു അരപ്പ് കാണും, അത് മതിയോ? ഞാൻ ബെസ്റ്റ് ആളുകളെ കൊണ്ടുപോയേക്കുന്നത്. ഒരാൾക്ക് ബീഫ് ഇഷ്ടമല്ല, ഒരാൾക്ക് പൊറോട്ട കഴിക്കാൻ പറ്റത്തില്ല. എന്തായത് ഇവിടെ നിന്ന് റൈറ്റ് ഇതുകൊണ്ട് അവിടെ നിന്നാണ്ട കട. അല്ല ഇവിടെ ഈ വളവിലാണ് കടകടവാണോ? രക്ഷപ്പെട്ടേ. തിരക്കില്ല. ക്യൂ നിൽക്കണ്ട, ഇപ്പൊ സാധനം റെഡി ആയിരിക്കും. ചേട്ടാ 9:30 കഴിയോ? അയ്യോ ഒന്ന് എടുത്ത് വെച്ചേക്കാമോ? വന്നാ മതിയോ? വരുമ്പോഴത്തേനും ഇവിടെ നല്ല തിരക്കായിരിക്കും. പറഞ്ഞാൽ മതി. ഓക്കെ ഏട്ടാ. അപ്പോൾ ചെറിയൊരു പോസ്റ്റ് കിട്ടി കേട്ടോ. ചെറിയ പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം ഇത് റെഡി ആയിട്ടില്ല. 9:30 ആകുമെന്നാ ചേട്ടൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ അത്രയും നേരം ഇവിടെ നിൽക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ കൊല്ലം ബീച്ചിലോട്ട് പോവാണ്. ഇല്ല കാണുന്നത് കേട്ടോ, കൊല്ലം ബീച്ച്. എനിക്ക് വേണ്ട ചായ, വേണ്ട. ദോശയോ? പൊറോട്ട മരുന്ന് ബീഫ് മേടിക്കാൻ വന്ന ആൾ കണ്ട് ദോശ വേണമെന്ന് ചോദിക്കുന്നു. ഈശ്വരാ, എങ്ങനെയെങ്കിലും ചായ കുടിക്കാനായിട്ടൊരു ചായക്കട വന്നേക്കാം കേട്ടോ. ഇത് പിന്നെ കൊല്ലം ബീച്ചിലാണ് വന്നത്. കൊല്ലം ബീച്ച് അവിടെ. അപ്പോൾ ചേച്ചിക്ക് തല വേദനിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു ചായ കുടിക്കാനായിട്ട് ഇവിടെ കയറി. ചിരിക്കുന്നതാണ്. സുലൈമാനെ വിളിക്കുന്നടാ നിന്നെ. എന്താ ഇവിടുത്തെ സുലൈമാനി. അങ്ങനെ അതാണ് കൊല്ലം ബീച്ച്. അയ്യോ സത്യം പറഞ്ഞ ഇവിടെ ഒന്നുമില്ല. മറ്റേന്ന് വെച്ചാ അതെ
ക്ലീൻ അല്ല, അതാണ് പ്രശ്നം. കൊല്ലം ബീച്ചിന്റെ ഒരു പ്രത്യേകത വേസ്റ്റാ മൊത്തം. അത് സംഭവം എന്ന് വെച്ചാൽ ഈ വരുന്നവര് വൃത്തിയാക്കി സൂക്ഷിക്കാറില്ല. ഓ എന്റെ അമ്മ എന്ത് രസമാ അല്ലേ. പെയിന്റ് അടിച്ചേക്കുന്നത് നല്ല രസമായിട്ടാണ്. വെള്ളം വെള്ളം എന്തോ ഇതാനും വരച്ചേക്കുന്ന എന്തോ ആണ് വരച്ചേക്കുവാ. പക്ഷെ നൈസ് ആയിട്ടുണ്ട് അല്ലേ. ആ ചേച്ചി ഡീകോഡ് ചെയ്യുക. എന്തേലും ലോജിക്ക് കാണും. നമ്മളത് ചുമ്മാതെ പിള്ളേര് കടലിൽ കിടക്കുന്നു, ഉറങ്ങുന്നു. ഈ വളവിലാച്ചാ ഇപ്പൊ നോക്കിയാ തിരക്കായിരിക്കും ഇവിടെ. ആ വേണ്ടാ തിരക്കായി മോനെ. അങ്ങനെ ഞങ്ങൾ എത്തി കേട്ടോ. ജിബിനച്ചനെ മെറ്റീനെ അവിടെ ക്യൂയിൽ നിർത്തി കേട്ടോ. ഞങ്ങൾ രാവിലെ വന്നപ്പോൾ ഇവിടെ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പം അത്യാവശ്യം നല്ല തിരക്കായി. അപ്പോൾ ഇത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തൊട്ടിപ്പുറത്താണ് നമ്മുടെ ഈ സുധാകരേട്ടൻ്റെ തട്ടുകട ഉള്ളത്. എനിക്ക് അറിഞ്ഞൂടെ അവിടെ പോസ്റ്റ് കാണുമായിരിക്കും. എന്തായാലും സാധനം മേടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാം. അങ്ങനെ ഞങ്ങൾക്ക് സാധനം കിട്ടി ഗൈസ്. ഇതിന് വലിയ തിരക്കില്ല, വലിയ അത്യാവശ്യം തിരക്ക് കുറവാണ്. എനിക്കൊന്ന് സാറ്റർഡേ സൺഡേ വന്നു കഴിഞ്ഞാൽ ഇവിടെ പാടാ കിട്ടത്തില്ല. അപ്പോൾ സാധനം കടയ്ക്ക് പേരുണ്ടല്ലോ, സുധാകരേട്ടൻ്റെ തട്ടുകടന്നല്ലേ. ആ ശരിയാ, ഗൂഗിൾ മാപ്പിലുണ്ട്. പക്ഷെ ഇതൊരു കടയല്ല, തട്ടുകടയല്ല. ഒരു മുറിക്കകത്ത് പുള്ളി കുക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ വെച്ച് തന്നെ എല്ലാവർക്കും പാഴ്സൽ വെച്ചങ്ങ് അയച്ചു കൊടുക്കുക. അവിടെ നിന്ന് കഴിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് നമ്മുടെ മരുന്ന് ബീഫ് കിട്ടി ഗൈസ്. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് കഴിച്ചിട്ട് എന്താ അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. യെസ്, അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. അല്ല ജീവന മെറ്റിയാണ്. ഓ സുബേരയോ? ഓ ഹിന്ദി ഇതുവരെ വിട്ടിട്ടില്ല. രാവിലെ ഞങ്ങൾ ഒരു സാധനം മേടിച്ചോണ്ട് വരാൻ പോയതാ. കിവിയേ, കിവി. അയ്യോ കിവി മോളെ, കിവിക്കുട്ടിയേ, കിക്കുട്ടിയേ, അക്കുടേ. ലെക്സി മാറി അല്ലയോ? ആ അയ്യോടി എന്റെ പൊന്നി കിവി കിവി. എന്റെ കിമോളെ, എന്റെ ലക്ഷ്മിമോളെ, ലക്ഷിക്കുട്ടിയേ. ആ ഓക്കെ, അതുകൊണ്ടോ പോന്നുണ്ടോ? ആ അതാ വേണ്ട. നമുക്ക് ചൊറിഞ്ഞു കൊടുക്കാനാ. എന്നാ ആ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ആ മതി പോക്കോ. ഓ എന്നാ നിനക്കും നിനക്കും ചൊറിഞ്ഞു. ആണോ? അമ്മച്ചിയേ. ഓ അമ്മച്ചി അവിടെ നിന്ന് ടാറ്റ കാണിക്കുന്നു. എന്തുണ്ട്? ഒന്നുമില്ല അമ്മച്ചി. എന്തോ കൺവെൻഷൻ കാണുവാന്ന്. ഓ എൻ്റെ അമ്മച്ചി. ഓത്രം ആണ്ടോ ലെക്സിയും വന്നു കൺവെൻഷൻ കേൾക്കാൻ. ആ ടി വി ഇടാം ബാ. അങ്ങനെ ഞങ്ങള് പൊതി പൊട്ടിക്കട്ടെ. എന്താ സംഭവം നമുക്കറിയണമല്ലോ. ആ അതെ അതെ, അവിടാണ് എല്ലാ കളികളും. അതങ്ങ് മിക്സ് ആവും. ഇത് 3 എണ്ണം വെച്ചിട്ട് നടുക്ക് പൊറോട്ട വെച്ച് അമക്കുന്നേ. ആ ഓ ഇത് ബീഫാ. ഓ ഇതിനകത്ത് ഏലക്കയൊക്കെ ഉണ്ട്. കുറെ മെഡിസിനൽ സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത ഒരു ഐറ്റമാണ്. ഞാൻ വെളിയിൽ മമ്മിയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ താണ്ട ഒരാൾ ഇവിടെ ഓൾറെഡി പൊട്ടിച്ച് കഴിച്ചു തുടങ്ങി. വിശപ്പ്. എൻ്റെ ദൈവമേ.
അപ്പം ഞങ്ങൾ ഇതൊന്ന് കഴിക്കട്ടെ. ഇത് കഴിച്ചു നോക്കാ, ഒരു പീസ് കഴിച്ചു നോക്ക്. പീസ് കഴിച്ചു നോക്ക്, കൊള്ളാവുന്നു. അത് തന്നെ ആണോ? എനിക്ക് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. സോഫ്റ്റ് പൊറോട്ട അല്ലേ? ഭയങ്കര സോഫ്റ്റ് പൊറോട്ട. ഒരു പീസ് ഇത് കാണാൻ കൊള്ളാം. ഞാൻ പക്ഷെ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. പൊറോട്ട ഇങ്ങനെ എടുക്കുക, എടുത്തിട്ട് ഇച്ചിരി ബീഫുണ്ട്, ബീഫിലിങ്ങനെ മുക്കിയിട്ട് ആഹാ സ്വർഗം. സാധനം കൊള്ളാം കേട്ടോ. ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ സംഭവം ഇച്ചിരി ഓവർ ഹൈപ്ഡ് ആയിരിക്കുമെന്ന്. പക്ഷേ സാധനം അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു പൊതിക്ക് അവർ ചാർജ് ചെയ്യുന്ന 200 രൂപ. അപ്പോൾ അതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പൊറോട്ട പിന്നെ ബീഫാണ് വരുന്നത്. ബീഫ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇത് ഓവർ പ്രൈസ്ഡ് ആണോ എന്ന്. ഇത് ഓവർ പ്രൈസ്ഡ് ഒന്നുമല്ല, അത്യാവശ്യം വെർത്താണ്. 200 രൂപയ്ക്ക് എന്തായാലും വെർത്തായി സാധനം. ബീഫിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ബീഫ് നല്ല ബീഫുവാ അല്ലേ, ചുമ്മാ ഒരു ബീഫല്ല, അത്യാവശ്യം നല്ല അടിപൊളി ബീഫ്. കഴിക്കുക, എല്ലാവരും കഴിക്കുക, നല്ലോണം കഴിക്കൂ. ജോസ് കഴി. ഓഹോ പട്ടയത് ഞങ്ങൾ അമ്മച്ചിയോട് കഴിക്കണമെന്ന് ചോദിച്ചു. അപ്പം അമ്മച്ചി പറഞ്ഞു വേണ്ടെന്ന്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചി ഇപ്പം കഴിച്ചതേ ഉള്ളൂ. ഇപ്പം സമയം 10:30 അപ്പോൾ 10:30 തത്വം പിന്നെ നമ്മളൊക്കെ കഴിക്കത്തുള്ളൂ. അച്ഛനും കൂടെ വെച്ചേര്. അയ്യോ അപ്പോൾ ഫുഡ് കഴിഞ്ഞു. ഇനിയിപ്പം എന്നാ, അയ്യോ കണ്ണു നീർന്നേ. ഇനിയിപ്പം കുറച്ചേരം കിടന്ന് ഉറങ്ങണം. ഉറങ്ങി എണ്ണിച്ചിട്ട് ജോലിക്ക് കയറണം. അപ്പോൾ അയ്യോ ഇന്നത്തെ ദിവസം അപ്പോൾ ഇങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.